അവേ എല്ലാവർക്കും നമസ്കാരം കേട്ടാ. നമ്മളെ കൊടുങ്ങല്ലൂരിന്റെ അതുല്യ കലാകാരനായിട്ടുള്ള ഡാവിഞ്ചി സുരേഷേട്ടന്റെ കൂടി നമ്മളുള്ള കേട്ടാ. അതുല്യ കലാകാരൻ എന്ന് പറഞ്ഞാൽ പോരാ, കൊടുങ്ങല്ലൂരിന് കിട്ടിയൊരു മാണിക്യം തന്നെ വേണമെങ്കിൽ പറയാട്ടാ. അപ്പൊ സുരേഷേട്ടാ 100 മീഡിയം തേക്കാന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അപ്പൊ നമുക്ക് തോന്നുന്നു ആദ്യത്തെ മീഡിയം എനിക്ക് തോന്നുന്നു കലം കൊണ്ട് മോഹൻലാലിന് ഉണ്ടാക്കിയ അല്ലെ. സാധാരണ എല്ലാ ആർട്ടിസ്റ്റുകളും ഉപയോഗിക്കുന്ന എല്ലാ മീഡിയങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. 30 മീഡിയങ്ങൾ ശരിക്കും പറഞ്ഞാൽ പെൻസിൽ മുതൽ വാട്ടർ കളർ, അക്രലിക്, ഓയിൽ പെയിന്റ്, അങ്ങനെ നിരവധി കലാ മീഡിയങ്ങൾ നമ്മൾ സ്ഥിരം ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്നതും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പുതിയ മേഖലകൾ ഇങ്ങനെ തേടിപ്പോന്നപ്പോഴാണ് ഈ ചട്ടിയും കലവും ഒക്കെ ഉപയോഗിച്ച് മോഹൻലാലിന് ഉണ്ടാക്കുന്നതും, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മമ്മൂട്ടിനെ ചെയ്തു. അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചെയ്തത് നമ്മുടെ ഈ അഴീക്കോട് തന്നെ മീനുകൾ, പല നിറങ്ങളിലുള്ള മീനുകൾ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ചിത്രം ചെയ്തത്. അബ്ദുൽ കലാം സാറിന്റെ ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ പുസ്തകം കൊണ്ട് യുഎയിൽ ഷാർജയിൽ ചെയ്തിട്ടുണ്ട്. ഷെയ്ക്കിന് ചെയ്താണ്. അത്ഭുതപ്പെടുത്തിയൊരു വീഡിയോ ടോവിനോ തോമസിന്റെ ചെയ്തത്, കരനെല്ല് നട്ടുകൊണ്ട് ചെയ്താണ്. അതിനൊരുപാട് സമയം നമുക്ക് ഒരു ദിവസം രാവിലെ വന്നാൽ വൈകുന്നേരത്തിനുള്ളിൽ തീർക്കും. ആ ഒരു വലുപ്പത്തിലുള്ള ഒരു ചിത്രം നമ്മൾ ആ സമയത്തിനുള്ളിൽ തീർക്കുക എന്നുള്ളതാണ്. മാത്രമല്ല എൻ്റെ ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ എന്താണോ മെറ്റീരിയൽ ആ മെറ്റീരിയലിൻ്റെ കളർ ഉപയോഗിച്ചാണ് കളറുകളാണ് ചിത്രങ്ങളായിട്ട് കാണുന്നത്. അല്ലാതെ പ്രത്യേകമായിട്ട് പെയിന്റോ ബ്രഷോ ഒന്നും ഉപയോഗിക്കാതെ ഒരു ക്രാഫ്റ്റ് വർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വർക്കുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ 97 മീഡിയയായി, 100 97ആയി, 3 കൂടി ചെയ്താൽ 100 ആവും. അതും ഇവിടെ തന്നെയാണ്. അത് പല നിറങ്ങളിലുള്ള മണ്ണുകൾ ഉപയോഗിച്ച് ചെയ്താണ്. സുരേഷ് ചേട്ടൻ്റെ ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്, പുലിയുടെ ഒരു ചിത്രം രൂപപ്പെടുത്തിയിരുന്നു. അതായത് കുറെ പീസുകളൊക്കെ വെച്ചിങ്ങായിട്ടും അതും ഈ ബീച്ചിൽ തന്നെ